ചള്ള പെണ്ണി, നീ എന്തിനാടി കിടന്ന് ചിലക്കുന്നത്? ചിലക്കൂടാ, ഞാൻ നന്നായിട്ട് തന്നെ ചിലക്കും. നീ എന്താ കരുതിയത്? എന്നും ഞങ്ങളെ അങ്ങ് ഊമ്പിച്ച് നടക്കാൻ വന്നോ? ഒരു വട്ടം നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചതാ. അന്ന് നിന്റെ അമ്മ എന്തോ പുണ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ ഇനി കയറി ചിലച്ചാലുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല, തീർത്ത് കളയും. പെണ്ണെ, കൂടുതലും നീ കയറി കളിക്കരുത്. മോനെ ടോണി, ഞങ്ങളെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാനും അച്ചാച്ചി ഉള്ളിടത്തോളം കാലം നിന്റെ ഒരു മൈലും നടക്കില്ല. ഇനി വന്നാ നിന്റെ അമ്മയ്ക്കൊരു പാഴ്സൽ ഞങ്ങളങ്ങ് അയക്കും. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, എല്ലാം കൂടെ നിന്റെ അണ്ണാക്കിൽ വെച്ച് തരണ്ടെന്നുണ്ടെങ്കിലേ നീ നിന്റെ പണിയെ നോക്കി പോ. അതായിരിക്കും നിനക്ക് നല്ലത്. ടോണിയുടെ മുഖത്ത് നോക്കി നിനക്ക് എന്തിനാണ് ഇതൊക്കെ പറയാൻ കഴിയുന്നത്? ഒരു ടോണി വന്നിരിക്കുന്നു. എടാ ടോണി, നിനക്ക് എന്തേലും കഴിവുണ്ടോടാ? നിന്നെ 4 ആൾ അറിയുന്നുണ്ട്, എന്നിട്ടാ ടോണി 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 എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ഒന്ന് പോടാ ചള്ളച്ചക്ക. ആൾക്കാർക്കൊക്കെ എന്നെ അറിയാവുന്ന എനിക്ക് പോലും അറിയില്ല. പക്ഷെ എന്നെ നീ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഒരു മൈലും ഇല്ലാത്തൊരു പനി മൈരൻ. മോളെ, എനിക്ക് നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇഷ്ടം. മാറിപ്പോടാ നായിന്റെ മോനെ. ഹലോ, ഒരു കോഫിയെല്ലാം ഞാൻ ചോദിച്ചുള്ളൂ, അതിടാൻ ഇത്ര സമയം വേണോ? അതെ, ഈ കോഫി എന്ന് പറയുന്ന സാധനം എന്റെ അമ്മായിയമ്മയുടെ മോനൊന്നുമല്ല, അതിനിത്തിരി പാടൊക്കെയുണ്ട്. ആദ്യം പാത്രത്തിൽ വെള്ളം വെക്കണം, പിന്നെ ഗ്യാസ് കത്തിക്കണം, പിന്നെ ചായപ്പൊടി ഇടണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കണം, പഞ്ചസാര ഇടണം. ഇത്തിരി പാടുള്ള കാര്യമാണ് എന്റെ മാഷേ. ഓ, അതിന് ഇത്രയും പാടുണ്ടായിരുന്നല്ലേ? അല്ല, നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാലേ ഞാൻ കേരളം മൊത്തത്തിൽ വാങ്ങിക്കും പോലെയാണ് തോന്നുന്നത്. തോന്നുന്ന പ്രായമാണല്ലോ, വയസ്സായില്ലേ? ഹാ, സത്യം തന്നെ. എനിക്ക് വയസ്സായത് കൊണ്ടാണല്ലോ ഈ അമ്മുമ്മേനെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. ഒന്ന് പോയിച്ചാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഹാ, അതൊക്കെ പോട്ടെ. ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ്, നീ കുളിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. സത്യം പറ, ഇന്ന് എത്ര വട്ടാ കുളിച്ചത്? അതെ, ഞാൻ 10 വട്ടം കുളിച്ചായിരുന്നു. എന്തേലും കുഴപ്പമുണ്ടോ? ദേ, എന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. കോഫി വേണമെങ്കിൽ എടുത്തോണ്ട് പോ. ഇങ്ങനെ കിടക്കുമായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ കിടക്കാൻ. കാണും, നല്ല രസമൊക്കെ കാണും. ഈ സമയത്ത് ഇതാരാ വിളിക്കുന്നേ? അത് യാദവാടി. എന്തെങ്കിലും അത്യാവശ്യം കാണും, ഞാനൊന്ന് എടുക്കട്ടെ. ഈ ചെക്കനെ കൊണ്ട് തോറ്റ്. മനുഷ്യന് മനസമാധാനമായിട്ടൊന്ന് സ്നേഹിക്കാൻ സമ്മതിക്കൂല. എടുക്ക. ഹലോ, എന്താടാ? ഞാനിപ്പോ വരാടാ. മിഴി, യാദവിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ പോയിട്ട് വേഗം വരാം. പോയിട്ട് വേഗം വാ. ഇങ്ങനെ പിണങ്ങാതടി പെണ്ണേ, ഞാൻ പോയിട്ട് വേഗം വരാം. നീ എന്നെ തല്ലിയല്ലേ? നിനക്കുള്ളത് പുറകെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ നോക്കിയിരുന്നു. എന്താടാ പറഞ്ഞത്? എന്താടാ, നിനക്ക് മതിയായില്ലേ? അതെടി, ഞാൻ ഇനിയും പറയും. നീ ഇപ്പൊ എന്നെ തല്ലില്ലേ? അതിനുള്ളത് പുറകെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നിനക്കും നിന്റെ ആൾക്കാർക്കും കിട്ടാൻ പോകുന്നതേ ഉള്ളൂ മാനസ. ഓ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കാം. എടാ, എനിക്ക് നിന്നെ കാണുമ്പോ
ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, വെറും സഹതാപം മാത്രമേ ഉള്ളൂ, വെറും സഹതാപം. എന്താന്നറിയാവോ, എത്രയൊക്കെ അവസരങ്ങളാടാ ഞങ്ങൾ നിനക്ക് തന്നത് നന്നാവാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും നീ നന്നായില്ല. കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുമായിരുന്നു. അവിടെയും പട്ടിയെപ്പോലെ വലിഞ്ഞു കയറി വന്ന നിനക്ക് നാണമില്ലേ? എടി നീ എന്താ പറഞ്ഞത്, പട്ടിയെന്നോ? അതേടാ, പട്ടിയെന്ന് തന്നെയാ നിന്നെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഉപമിക്കാൻ വേറെ ഒന്നുമില്ല. ഇതിനുള്ളതെല്ലാം കൂടെ കൂട്ടിവെച്ച് നിനക്ക് തരുപിടി ഞാൻ. ഓ ആയിക്കോട്ടെ, ഞാൻ അതുവരെയും കാത്തിരിക്കാം. ഇപ്പോ ചേച്ചിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ ടോണിക്കുട്ടാ, പോയിട്ട് വരട്ടെ. പോയിട്ട് വരാം. ബൈ ബൈ. നീ ഇപ്പൊ പൊയ്ക്കോ. നിന്റെ ഈ അഹങ്കാരത്തിനുള്ളത് ഞാൻ തന്നിരിക്കും. നിന്നെ നിന്റെ അച്ചാച്ചി ഞാൻ എന്റെ കാൽ കീഴിൽ കൊണ്ട് വന്നിരിക്കും. നീ ഇപ്പൊ എവിടെയാ, എന്താണെന്ന് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നാളെ രാവിലെ നീ എന്റെ മുന്നിൽ വന്നിരിക്കണം. വന്നേ പറ്റൂ. ഓ എത്തിയോ? ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരം കൊണ്ട് മൂന്നാളെ ഞാൻ നോക്കിയിരിക്കുവാ. ഓ, ഇത്ര നേരം നോക്കിയിരിക്കായിരുന്നോ? എന്തായാലും എത്തിയല്ലോ. എന്തിനാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇത്ര നേരം കാണാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. മിഴി, എനിക്കിപ്പോ നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കൊന്ന് കിടക്കണം. ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. പോയപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ? യാദവേ, മനസ്സേ, എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞു. അത് പിന്നെ ചേച്ചി, നീ പറയില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. യാദവേ, നീ സത്യം പറ, എന്താ ഉണ്ടായത്? അത് പിന്നെ ചേച്ചി, അച്ചാച്ചി മോളും കൂടെ ഒരു സൗന്ദര്യ പടക്കം, അത്രേ ഉള്ളൂ. അതിന്റെ മൂപ്പായി കാണിച്ചോണ്ട് പോകുന്നത്. ഓ, അപ്പൊ രണ്ടാൾക്കും കൂടെ വീണ്ടും തുടങ്ങിയല്ലേ അടിയും വഴക്കും ഒക്കെ? അത് പിന്നെ ചുമ്മാ ഒരു രസം. ഈ ചേച്ചി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ ചേച്ചിയോട്. ബാ. മാനസു, നീ എന്താ പറയാൻ പോകുന്നത്? എന്തിനാ ഇനി അതൊക്കെ ഒളിച്ചു വെക്കുന്നത്? ഈ ചേച്ചിയും കൂടെ അറിയട്ടെ. അപ്പൊ നീ എല്ലാം പറയാൻ പോവാണോ? അതെ, ഞാനെല്ലാം പറയാൻ പോവാ. ഇന്നത്തോടുകൂടി എല്ലാം അവസാനിക്കണമെങ്കിൽ അവസാനിക്കട്ടെ. ഈ ചേച്ചി എല്ലാം അറിയട്ടെ. മനസ്സു, നീ യാദവേ, നീ മിണ്ടാതിരിക്കെ. അവൾക്ക് പറയാനുള്ളത് അവള് പറയട്ടെ. ഒരു 4 വർഷത്തിന് മുന്നേ ബാംഗ്ലൂരിൽ CMS കോളേജിൽ അച്ചച്ചി തേർഡ് ഇയറും ഞാൻ ഫസ്റ്റ് ഇയറും പഠിക്കുന്ന സമയത്ത്, അന്ന് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അച്ചച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടോണിച്ചായൻ്റെ അനിയൻ അഗസ്ത്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി പോലായിരുന്നു. ഞങ്ങൾ 4 പേരും എപ്പോഴും എന്തിനും കൂടെ കാണും. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ അടിച്ചു പൊളിക്കുമായിരുന്നു ഞങ്ങൾ.